എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ എടായി പ്രാതയായി എന്തൊരു മാമാ എന്തരടാ അവിടെ നോക്കി ആ ഞാൻ കണ്ടടാ നൊസ്റ്റാൾജിക്കാം പഴുത്തതുണ്ടെങ്കിൽ രണ്ടെണ്ണം മാമനൂടെ പറിച്ചോണ്ട് പോവാ. നിങ്ങൾ എന്തിനു പറയണത്? എടാ ഈ പേരയ്ക്ക കാരയ്ക്ക പോലെയുള്ള ഒരു സാധനമല്ലേ നൊസ്റ്റാൾജിക്ക. എന്റെ മാമ അതല്ല. എടാ നിന്റെ മാമിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം കൂടുതൽ പറിച്ചോ. എന്റെ മാമ ഞാൻ പഴയ കാര്യങ്ങളാ ഓർത്തു പോയെന്ന്. നിർത്തടാ പരകഴി. നൊസ്റ്റാൾജിക്ക അല്ല, നൊസ്റ്റാൾജിയ. പിന്നെ ഞാൻ എന്തിനു പറഞ്ഞത്? നീ ഇപ്പം നൊസ്റ്റാൾജിക്ക എന്നല്ലേ പറഞ്ഞത്? എനിക്ക് പോയി മാമ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എന്റെ ചെവിക്ക് ഈ അടുത്ത കാലത്തായിട്ട് എന്തരോ കുഴപ്പമുണ്ടല്ലേടാ. നിങ്ങൾ ചെവി കൊണ്ട് കാണിക്കണം മാമ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പം നിന്റെ നൊസ്റ്റാൾജിക്ക് എന്തരാണ് പറ്റിയത്? ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു പോയി മാമ. നൊസ്റ്റാൾജിക്ക എന്തരാണ്? നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴേ സ്കൂളിൽ വിട്ട് വരുമ്പോ ഈ കണ്ണി കാണുന്ന മാവിലും പ്ലാവിലും പുളിയിലൊക്കെ കല്ലെടുത്തിറങ്ങി. എന്നിട്ട് വന്ന് വീണ മാങ്ങയും പുളിയും എല്ലാം കൂടെ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് തിന്നും. അതൊരു രസമായിരുന്നു. ഒരു രസമായിരുന്നു. എന്നിട്ട് ഈ മഴയും നനഞ്ഞ് വീട്ടിൽ വന്ന് കയറുമ്പോ മിക്കർ ഉടുപ്പൊക്കെ നനഞ്ഞിരിക്കും. ഞാനഞ്ഞു വരും. അപ്പൊ അമ്മ എന്തിരിയോന്നറിയാമോ? എന്തരിയോടാ? തിരിച്ചു നിർത്തി പൊറട്ടത്തിൽ പടക്കനാടി വരും. പടപടോന്നടിക്കും. അടിക്കും. എന്നിട്ട് തലയൊക്കെ ഒന്ന് തോർത്തി തരും. എന്നിട്ട് ചാപ്പാടും തരും മാമ. അന്ന് ഈ തല തോർത്തിയത് കൊണ്ടാണ് നിന്റെ തലയിൽ ഇത്രയും ശരിക്കും മുടിയുള്ളതല്ലടാ. അതൊക്കെ ഒരു കാലം മാമ, അതൊന്നും ഇനി തിരിച്ചു വരൂലല്ലേ? എവിടെ നിന്ന് തിരിച്ചു വരണത്? പോയത് പയ്യ്. പിന്നല്ലാതെ. ഇതറിയാമോ? അത് കരവനാറല്ലേടാ എന്റെ മാമ, ഇത് കടവ്. കടവ്. ഈ കടവിൽ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ വരും. എന്തിന്? എന്തരനെ കുളിക്കാൻ വരണത്? പോയി മാമ, കുളിക്കാന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പിന്നെന്തരം നൊട്ടിക്ക് വരണത്? സമ്മർ സാട്ട് അടിക്കാൻ. എന്തരടാ മാമ? സമ്മർ സാട്ട് അടിക്കാൻ വേണ്ടി. ഡൈവ് അടിക്കായി. എന്റെ ഒരു കൂട്ടുകാർ ഒരു ഡൈവ് അടിക്കുമ്പോ മറ്റവന് വാശികാരൻ, അവൻ 2 എണ്ണം അടിക്കും. ഡബിൾ അടിക്കും. അങ്ങനെ പലരും അടിക്കും. ഏറ്റവും കൂടുതൽ അടിക്കണാരെന്നറിയാമോ? ആരും എന്തോ ഞാൻ 3 സമ്മർ സാട്ടല്ലേ അടിക്കണം ഒറ്റ സ്റ്റെപ്പിന്. ട്രിപ്പിൾ അടിക്കുന്നേ. പിന്നെ എന്നെ ആ നാട്ടില് അപ്പോഴൊക്കെ എന്തിനാ വിളിച്ചോണ്ടിരുന്നത്? എന്തരാണ്? ത്രിപിളൻ പ്രാട്ടിന്ന്. എന്തരേ? ത്രിപിളൻ പ്രാട്ടി. ഇപ്പോഴും നിന്റെ നാട്ടില് ത്രിപിളൻ പ്രാട്ടിന്ന് തന്നെയല്ലേ വിളിക്കുന്നത്. എന്തെന്നറിയാം, മറ്റവന്മാർ 1 അടിക്കുമ്പം നീ 3 അടിക്കുന്നത്. മാമ ഇപ്പൊ 3 അടിക്കണത്. പിന്നെ 390 ആണ് ഞാൻ അടിക്കണത്. 390. അപ്പൊ ഇനി നിന്നെ വേറെ പേരിൽ അറിയോടാ? അതൊന്നും എനിക്കറിയാം. അതൊക്കെ അവരെ ഇഷ്ടം പോലെ വിളിച്ചിട്ട് മാമ. 390 പ്രാട്ടി. മാമ പഴയ ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എന്തെല്ലൊക്കെ കളിയല്ലാമ. അയ്യോ, തലപ്പന്ത് കളി, 70s കളി, ഈ പെമ്പിള്ളേര് ചാടി പോണ ഒരു കളി ഉണ്ടല്ലോടാ. അത് പാണ്ടി കളി. പാണ്ടി. പിന്നെ ഊഞ്ഞാലാട്ടം കൊണ്ട്. ഊഞ്ഞാലാട്ടം, പിന്നെ ഒരുപാട് കളികളുണ്ട്. മാമ മറന്നുപോയി. ഒരുപാടായിട്ടുണ്ട് മാമ. പണ്ട് നമ്മൾ ഒരു പന്ത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കുറെ കൂട്ടുകാരെല്ലാം കൂടെ 5 പൈസ 10 പൈസ ഒക്കെ ശേഖരിച്ചാണ് ഒരു പന്ത് വാങ്ങിക്കുന്നത്. അന്നങ്ങനെ തന്നെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, 20 പന്ത് വാങ്ങിക്കാനുള്ള പൈസ എന്റെ പാക്കറ്റിലുണ്ട്. അതിനെന്തെന്നാ മാമ? കളിക്കാൻ കൂട്ടുകാർ വേണ്ടേ? ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമോ? കൂട്ടുകാരില്ല എന്നുള്ള ഒരു വിഷമം. അത് വിഷമല്ലേ മാമ? അതൊക്കെ മാറ്റിയെടുക്കാടാ. നടക്കാത്ത കാര്യം മാമ. എല്ലാരും പല ജോലിക്ക് പോയി. പിന്നെ ഈ ഞാൻ നാട്ടും പ്രദേശമായിട്ട് ഞാൻ നാട്ടില് ഇങ്ങനെ 2 ആളി അടിച്ച അടകണ്. എടാ ഇതുപോലെ ഒരാൾ വേണ്ടേ? അത് വേണം. എടേ 20 പന്ത് വാങ്ങിക്കാൻ ഇപ്പൊ എത്ര രൂപ ആവൂടാ? ഇപ്പൊ ഒരു 1700 1500 രൂപയ്ക്കകത്ത് വേണം തന്നെ. എങ്കിൽ എളുപ്പമാണ് നിന്റെ വിഷമം മാറ്റിയെടുക്കാം. അതെങ്ങനെ വിഷമം മാറ്റിയെടുക്കും? ഈ 1500 രൂപ കൊടുത്ത് 2 ലിറ്റർ മദ്യം വാങ്ങിക്കണം. എന്നിട്ടാ നിന്റെ കൂട്ടുകാരന്മാരെ വിളിക്കണം. അപ്പോഴാ അവന്മാര് ചററാന്നും പറഞ്ഞ് ഓടിങ്ങെത്തൂല്ലേ? അവന്മാര് മാത്രല്ലടാ, പിന്നെ അവന്മാരെ കൂട്ടുകാരന്മാരെ കൂടെ വേണമെങ്കിലും കൊണ്ടുവരും തന്നെ. വാ